Good morning, all. Good morning, ma'am. Okay, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടല്ലേ നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലേ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടോ? അയച്ചായിരുന്നോ? ജോബ് ഡിസൈനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? Workforce equality and diversity. നമ്മൾ ആ പോയിന്റ്സ് കംപ്ലീറ്റഡ് ആയി അല്ലെ? അപ്പൊ നമ്മള് എന്താണ് ജോബ് ഡിസൈൻ, അത് നല്ല ക്രമീകരിച്ചത് തന്നെ ജോലി കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെതായ നേട്ടങ്ങളുണ്ട് അല്ലെ? അവിടെ ആർക്കാർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് ജോലി കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാനായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അപ്രോച്ചസ് ഓഫ് ജോബ് ഡിസൈൻ. ഓക്കെ, നമുക്ക് ആ തൊഴിൽ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള സമീപനങ്ങൾ, നല്ലൊരു തൊഴിൽ രൂപകൽപ്പന ഉണ്ടായെങ്കിൽ, ആ ഡിസൈൻ ഉണ്ടായെങ്കിൽ, നല്ലൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട സമീപന കാഴ്ചപ്പാടുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് there are 5 main approaches to job design. They are following. 5 രീതിയിലാണ് ഈ അപ്രോച്ചസ് കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ജോബ് സിംപ്ലിഫിക്കേഷൻ. എന്താണ് ജോബ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്? അത് ആ വേർഡിൽ തന്നെയുണ്ട് അല്ലെ? ഒരു സിമ്പിൾ ആയിട്ട് അല്ലെ ജോബിനെ ക്രമീകരിക്കുമ്പോൾ അത് വളരെ ലളിതമായ രീതിയിൽ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പ്രത്യേകത? നല്ല രീതിയിൽ ഓരോരുത്തർക്കും അവരുടെ ഡ്യൂട്ടി മനസ്സിലാക്കി അവരുടെ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ നമുക്ക് assume that work can be broken down into simple repetitive tasks that maximize efficiency. ഓക്കെ, നമുക്കറിയാം അത് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ വർക്കിനെ മൊത്തത്തിലുള്ള ആ വർക്കിനെ സിമ്പിൾ ആയിട്ട് പ്രോഗ്രാം ചെയ്ത് അല്ലെ ഓരോ ഡീവിയേഷൻ ആയിട്ട് തന്നെ ഓരോരുത്തരെ ഏൽപ്പിക്കുമ്പോൾ റിപ്പീറ്റീവ് ആയിട്ട് അവരവരുടെ ടാസ്കുകൾ എപ്പോഴെപ്പോഴും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് നല്ല മാക്സിമം അല്ലെ നല്ല മാക്സിമം എഫിഷ്യന്റോട് കൂടിയിട്ട് കാര്യക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അതാണ് ഫസ്റ്റ് അപ്രോച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജോബ് എൻലാർജ്മെന്റ്. അതായത് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ജോലി അല്ലെ അത് കൃത്യമായിട്ട് തന്നെ ആ ഒരു രീതി അനുസരിച്ചിട്ട് അവിടെ ജോലിയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം അല്ലെ, വികസിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ അല്ലെ ജോലിയുടെ ചുമതലകൾ വികസിപ്പിക്കുക. പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് ജോബ് ഡ്യൂട്ടീസ്, അത് വികസിപ്പിച്ച് തന്നെ കൊടുക്കുക അല്ലെ. ഓരോരുത്തർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ജോലി അല്ലെങ്കിൽ ചുമതലകൾ എന്താണോ അത് അവർക്ക് തന്നെ മനസ്സിലാക്കി എല്ലാവരിലേക്കും പങ്കുവെച്ചു കൊടുക്കുക. ഒരു കൂട്ടർക്ക് മാത്രം അങ്ങനെ ചുമതലകൾ നീതിബോധത്തോടുകൂടി ചെയ്യാനായിട്ട് കൊടുക്കാതെ എല്ലാവർക്കും ജോലി വീതിച്ച് അല്ലെ ആ ഒരു ഡ്യൂട്ടിയുടെ ഭാരം എല്ലാവർക്കും വിന്യസിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അവർക്ക് അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആർക്കും വലിയ ബർഡൻ ആയിട്ട് അല്ലെ ഒരുപാട് റിസ്ക് എടുക്കേണ്ടതായിട്ട് വരില്ല. ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് വർക്ക് സിംപ്ലിഫിക്കേഷൻ, നെക്സ്റ്റ് പറയുന്നത് ജോബ് എൻലാർജ്മെന്റ്. ഓക്കെ, തേർഡ് വൺ പറയുന്നത് ജോബ് റൊട്ടേഷൻ. എന്താണ് ജോബ് റൊട്ടേഷനിൽ പറയുന്നത്? The process of rotating workers among different narrowly defined tasks without disturbing the flow of workflow. അപ്പൊ അതെന്താണ് പറയുന്നത്? ആ ഒരു ഫ്ലോ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ട് അല്ലെ, ഒരു ബ്രേക്ക് ഡൗൺ ആവാതെ തന്നെ ആ വർക്ക് പൂർത്തിയാകുന്നവരേക്കും ഒരു എൻഡിങ് സ്റ്റേജ് എത്തുന്നവരേക്കും അവിടെ ഒരു ബ്രേക്ക് ആവാതെ തന്നെ അവരുടെ റൊട്ടേഷൻ അല്ലെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി. നമുക്കിപ്പോ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി അല്ലെ റോ മെറ്റീരിയൽസ് തുടങ്ങി അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നവരേക്കും ഒരു വർക്കിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അവരവരുടെ ഡ്യൂട്ടി എന്താണ് റൊട്ടേറ്റ് ചെയ്ത് കൈമാറുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ വർക്കുകൾക്കൊന്നും ഒരു അല്ലെ ബ്രേക്ക് ഡൗൺ ഒന്നും സംഭവിക്കുന്നില്ല. അവർ റൊട്ടേറ്റ് ചെയ്ത് അവരുടെ ഡ്യൂട്ടിയൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. The process of rotating workers among different narrowly defined tasks without disrupting the flow of work.
നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജോബ് എൻറിച്ച്മെന്റ്. ഓക്കെ, ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എംപ്ലോയിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം അല്ലെ. ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ബാക്ക് ടുഗദർ സോ ദാറ്റ് വൺ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് എ ഓൾ പ്രൊഡക്റ്റ് ഓർ ആൻ എൻറ്റയർ സർവീസ്. അവിടെ മുഴുവൻ അല്ലെ ആ ഒരു സർവീസിന്റെ മുഴുവൻ തലത്തിലേക്ക് അവിടെ ഓരോ എംപ്ലോയീസിനെ അല്ലെ ഓരോ എംപ്ലോയീസിനെയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ജോലിയുടെ എൻഡിങ് സ്റ്റേജ് അല്ലെ അവിടെ ഒരു പ്രത്യേക രീതിയിലായ എൻഡിങ് സ്റ്റേജ് വേണം. ഈ എയിം നേടുന്നത് വരെയിരിക്കും അല്ലെ അവിടെ റെസ്പോൺസിബിലിറ്റി ഓരോ പേഴ്സണും ഉണ്ട് അല്ലെ. നമ്മള് ഒരു ലക്ഷ്യം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കും ഏതൊരു ഓർഗനൈസേഷനിലെ ഏതൊരു എംപ്ലോയിയും വർക്ക് ചെയ്യുന്നത്. ആ മെയിൻ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെയിരിക്കും അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ഫിനിഷ് ആവുന്നില്ല അല്ലെ. ഓരോരുത്തരുടെയും ഡ്യൂട്ടികൾ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു. ഇൻ കേസ് ചിലപ്പോൾ നമുക്കറിയാം ചിലപ്പോൾ അങ്ങനെ എൻഡ് സ്റ്റേജിൽ എത്തുമ്പോൾ ചിലർക്ക് ചില ഡ്യൂട്ടികളൊന്നും ചെയ്തു പോകാനായിട്ട് പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ ഇവരുടെയും കൂടി സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ ഡ്യൂട്ടി നിർവഹിച്ചു പോകേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോഴെന്താണ് എൻഡ് സ്റ്റേജിൽ നമുക്ക് ആ കൃത്യമായിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ജോബ് എൻറിച്ച്മെന്റ്, the process of putting specialized tasks back together so that one person is responsible for producing a whole product or an entire service. Okay, clear ആയോ? നമ്മൾ ഒരു 4th പോയിന്റ് വരെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ജോബ് സ്പെഷ്യലൈസ് എന്ന് പറയുമ്പോൾ അല്ലെ ജോബ് അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ജോലിയുടെ ക്രമീകരണം നടത്തുകയാണെങ്കിൽ അതിനെ അല്ലെ ആ ഒരു ജോലി ഡിസൈൻ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അല്ലെ. അവിടെ ജോലി ഡിസൈൻ ചെയ്ത് ഓരോരുത്തർക്കും കൊടുക്കുമ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ആ അപ്രോച്ച് സമീപനത്തോട് കൂടിയിട്ട് അതിനെ എല്ലാവരും ചെയ്യണം. എന്താണ് അവർക്ക് ഓരോ ഡ്യൂട്ടികൾ ഓരോ ചുമതലയോട് കൂടിയിട്ടുള്ള ജോലിയാണ് അവർക്ക് അല്ലെ പാർട്ടൺ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കറിയാം സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെ എത്തിയാലാണ് അല്ലെ അതിന്റെ ഒരു ഫിനിഷിംഗ് റിസൾട്ട് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ ഒന്നും ബ്രേക്ക് ഡൗൺ ആവാത്ത രീതിയിൽ തന്നെയായിരിക്കണം ജോലി ക്രമീകരിച്ചു പോകേണ്ടത്. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻഡിങ് സ്റ്റേജിൽ നമ്മുടെ ആ റെസ്പോൺസിബിലിറ്റി തീരണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് റിസൾട്ട് അല്ലെ കിട്ടേണ്ടതുണ്ട്. അവിടെ വരേക്കും ഈ ഓരോ പേഴ്സണും അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെ അവിടെ തീർന്നു പോകുന്നില്ല. ലാസ്റ്റ് റിസൾട്ട് ചെയ്യുന്നവരേക്കും ഓരോരുത്തർക്കും അവരവരുടെ റെസ്പോൺസിബിലിറ്റി കാര്യക്ഷമമായിട്ട് തന്നെ അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. എന്താണ് ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്? ഫോക്കസ് ഓൺ ഗിവിംഗ് എ ടീം rather than an individual a whole and meaningful work to be done. ഓക്കെ, ഓരോ ഇൻഡിവിജ്വലിനും നമ്മൾ ഒരു വർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലാതെ അല്ലെ ഒരു ടീമിനെയും വർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ? ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ഡ്യൂട്ടി അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് പോകുമ്പോൾ അവിടെ എന്താണ് അവർക്ക് അല്ലെ ചിലപ്പോഴാണെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും കൂടാതെ തന്നെ അവർക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ജോലി ചെയ്യാനൊന്നും സാധിക്കില്ല അല്ലെ. ചിലപ്പോൾ അവർ ടൈം എടുത്തിട്ടായിരിക്കും ജോലി ചെയ്ത് തീർക്കുന്നത്. അതേസമയം ഓക്കെ, ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ബാക്ക് ടുഗദർ സോ ദാറ്റ് വൺ പേഴ്സൺ അല്ലെ. അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജോലി അല്ലെ അവിടെ എന്താണ് ഒന്നിച്ച് ചെയ്യാനായിട്ടുള്ള രീതി അവിടേക്ക് അവലംബിക്കുന്നത്. അതായത് ഒന്നിച്ച് തന്നെ നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി ഓരോ പ്രത്യേക ജോലി ചെയ്യുമ്പോഴും ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി അല്ലെ അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും എന്താണ് അവരവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും തീരേണ്ടതാണ് അല്ലെ. പക്ഷെ എന്താണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ പേഴ്സൺ ആ ഒരു എന്താണോ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് നേടുന്നത് വരേക്കും ഇവരുടെ റെസ്പോൺസിബിലിറ്റി തീരുന്നില്ല. അപ്പൊ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഇവരെ ഏൽപ്പിക്കുകയാണ്. അതാണ് ജോബ് എൻറിച്ച്മെന്റിൽ വരുന്നത്. The process of putting specialized task back together so that one person is responsible for producing a whole product or an entire service. ക്ലിയർ ആയോ? നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ നമ്മളുടെ ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ അല്ലെ ചുമതല തീർന്നു അല്ലെ, അങ്ങനെയല്ലേ നമ്മുടെ മൈൻഡില്. പക്ഷെ ഇവിടെ എന്താണ് അവിടെ ആ ഡ്യൂട്ടി അങ്ങനെ തീർന്നു എങ്കിൽ കൂടി ഫുള്ളായിട്ട് ഒബ്ജക്റ്റീവ്സ് അല്ലെ ആ ഒരു ലക്ഷ്യം എന്താണോ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്താണോ ആ ലക്ഷ്യത്തിൽ എത്തുന്നവരേക്കും അവരുടെ ഡ്യൂട്ടി അവരുടെ അവസാനിക്കുന്നില്ല. ഇൻ കേസ് അവർക്ക് അല്ലെ മേൽത്തട്ടിലുള്ള ജീവനക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിലും തീർച്ചയായിട്ടും താഴെയുള്ള ജീവനക്കാർ കൂടി അത് ഹെൽപ്പ് ചെയ്ത് ആ ഒരു എൻഡിങ് സ്റ്റേജ് വരേക്കും അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അവസാനിക്കുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത് നമ്മൾ എന്താണ്
ഓരോ ഡ്യൂട്ടി അല്ലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ജോബ് ഡിസൈൻ ചെയ്ത് ഓരോരുത്തർക്കും ഏൽപ്പിച്ച് കൊടുക്കുന്നതിന് പകരം ടീമായിട്ട് കൊടുക്കുക അല്ലെ ഓരോ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഓരോ ടീമിന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ് ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പരസ്പരം ആലോചിച്ചൊക്കെ അല്ലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ ഫോക്കസ് ഓൺ ഗിവിംഗ് എ ടീം rather than an individual a bold and meaningful work to be done. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ ആ മുഴുവൻ വർക്കുകളും നല്ല അല്ലെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. കാരണം ഒറ്റയ്ക്ക് അല്ലെ ഒരു പേഴ്സണെ അല്ല ഏൽപ്പിക്കുന്നത് ഒരു ടീമിനെയാണ് ഓരോ വർക്കുകൾ ഏൽപ്പിക്കുന്നത്. ഓക്കെ അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയോ? ഓക്കെയാണോ? അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഈ ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ചസ് ഏതൊക്കെയാണുള്ളത്. അതൊക്കെ എന്താണ് വർക്ക് സിംപ്ലിഫിക്കേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻറിച്ച്മെന്റ് ആൻഡ് ടീം ബേസ്ഡ് ജോബ് ഡിസൈൻ. ഇൻ കേസ് ഏതെങ്കിലും ഒരു ചോദ്യം അല്ലെ ഇപ്പൊ ഇൻ കേസ് ജോബ് എൻലാർജ്മെന്റ് ദാറ്റ്സ് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ്. അപ്പൊ നമുക്ക് ഡൗട്ട് ആയിരിക്കും അല്ലെ അതെന്താണ് ജോബ് റൊട്ടേഷൻ ആണോ ജോബ് എൻറിച്ച്മെന്റ് ആണോ ജോബ് എൻലാർജ്മെന്റ് ആണോ അല്ലെ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്ര പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ നമുക്ക് പഠിക്കാം. ജോബ് എൻലാർജ്മെന്റ് ദ പ്രോസസ് ഓഫ് എക്സ്പാൻഡിങ് എ ജോബ് ഡ്യൂട്ടീസ് ചുമതല കൂടി എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കും വിരിച്ച് അല്ലെ വികസിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ? ആണോ? അല്ലേ നെക്സ്റ്റ് ഭാഗത്തേക്ക് ഇപ്പൊ പോട്ടെ. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടോ? ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ജോബ് അനാലിസിസ് ആണ്. ഓക്കെ ജോബ് അനാലിസിസിൽ നമുക്ക് നോക്കാം എന്താണ് ഡെഫിനിഷൻ പറയുന്നത് നോക്കാം. ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ് ജോബിനെ വിശകലനം ചെയ്യുക അല്ലെ ജോബിനെ ഏത് രീതിയിലാണ് വിശകലനം ചെയ്യേണ്ടത് അല്ലെ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും ഡെഫിനിഷൻ എന്താ നോക്കാം. അക്കോർഡിംഗ് ടു എഡ്വിൻ പി ഫ്രിക്കോ ജോബ് അനാലിസിസ് is the process of studying and collecting information relating to the operations and responsibilities of a specific job. അതായത് ഏതൊരു ജോലിയാണെങ്കിലും അല്ലെ ഒരു പ്രത്യേക ജോലി അത് ഏത് ജോലി ആയിക്കോട്ടെ ഇൻ കേസ് ഒരു പ്രൊഡക്ഷൻ ജോലി ആണെങ്കിലും സർവീസ് ജോലി അല്ലെ സർവീസുമായി ബന്ധപ്പെട്ട ജോലിയാണെങ്കിലും ആ ജോലിയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ചുമതലകൾ അല്ലെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെ ഇതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യുകയും സ്റ്റഡി ചെയ്യുകയും അല്ലെ അത് പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോസസ് ആണ് ഇത് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ് ഒരു സ്പെഷ്യൽ ജോബ് അല്ലെ ഏത് ജോലി ആയിക്കോട്ടെ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻ കേസ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇൻഫോർമേഷൻസ് അല്ലെ എന്തൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുവോ അത് കളക്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ ക്ലിയർ ആണോ? ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് സെന്റൻസിലേക്ക് നോക്കാം. The immediate products of this analysis are job descriptions and job specification. അതായത് അതിന്റെ ഒരു ഇമ്മീഡിയറ്റ് പ്രൊഡക്റ്റ് അല്ലെ ഇമ്മീഡിയറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ആ ഒരു ഉൽപാദനം അതിന്റെ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ് ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് അല്ലെ. അപ്പൊ എന്തൊക്കെ വിവരങ്ങളാണ് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ജോലി അല്ലെ ആ ജോലി എന്താണ് ചിലപ്പോൾ ആണെങ്കിൽ ആ ജോലിക്ക് സ്പെഷ്യൽ ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ ചില ചുമതലകൾ ഉണ്ടാവാം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാം അതേമാതിരി തന്നെ ആ ജോലിയുടെ വർക്കിംഗ് കണ്ടീഷൻ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ട ജോബ് ഡിസ്ക്രിപ്ഷൻസ് അത് മാത്രമല്ല ഈ ജോബ് സ്പെസിഫിക്കേഷൻ ഈ ജോലി ചെയ്യാനായിട്ട് അല്ലെ ഇപ്പൊ നമുക്കറിയാം ഒരു തൊഴിലാളികളാണ് ആ ജോലികൾ ചെയ്യുന്നത്. അപ്പൊ ആ ജോലി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തങ്ങൾ ആ ചുമതലകൾ അല്ലെങ്കിൽ ആ വർക്കിംഗ് കണ്ടീഷനൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് യോഗ്യമായ വ്യക്തികൾ ഉണ്ടായിരിക്കണം അല്ലെ ആ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്പെഷ്യൽ നോളജ്
സ്കില്ല് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അല്ലെ, അതുമായി ബന്ധപ്പെട്ട ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജോലി എന്താണോ ആ ജോലിയുമായി ബന്ധപ്പെട്ട ചുമതലകൾ, റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ്, വർക്കിംഗ് കണ്ടീഷൻസ് അതെല്ലാം ബേസ് ചെയ്യുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻസും അതോടൊപ്പം തന്നെ ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെ, ആ ജോലി ചെയ്യാൻ പറ്റുന്ന വ്യക്തികൾക്കൊക്കെ വേണ്ടിയിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കഴിവ്, നോളജ് അല്ലെ, എല്ലാ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം അല്ലെ, എല്ലാം അതിലെല്ലാം തന്നെയുള്ള അറിവുകൾ തീർച്ചയായിട്ടും അനലൈസ് ചെയ്യേണ്ടതാണ് അല്ലെ. അത് അനലൈസ് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പെടുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ടതും ആ ജോലി ചെയ്യാൻ വരുന്ന പേഴ്സണുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വിവരങ്ങൾ ഗാദർ ചെയ്യണം അല്ലെ, അത് കളക്ട് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം അല്ലെ, അത് സ്റ്റഡി ചെയ്യണം. ദെൻ അതിനുശേഷമൊക്കെയാണ് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പെടും? ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോടിയും പറയേണ്ടതുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ജോബ് അനാലിസിസ് എന്നുള്ളത് ഓക്കെയാണ്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ജോബ് അനാലിസിസിൽ നമ്മൾ കണ്ടു ഒരു ജോലി അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ട് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കുന്നു അല്ലെ. അതിൽ എല്ലാം പെടുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻസ് പെടുന്നുണ്ട്, ജോബ് സ്പെസിഫിക്കേഷൻ പെടുന്നുണ്ട് അല്ലെ. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ജോലി ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന വ്യക്തികളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. കൺസെപ്റ്റ് നോക്കാം. എന്താണ് കൺസെപ്റ്റ്? ജോബ് അനാലിസിസ് ഇത് ഇമ്പോർട്ടന്റ് ആണല്ലോ. ഈ ജോബ് എന്താണ് അനാലിസിസ് എന്താന്നുള്ളത് അല്ലെ, നിർവചനം മിക്കപ്പോഴും കാണാറുണ്ട്. അതുകൊണ്ട് അത് അണ്ടർലൈൻ ചെയ്ത് പോയേര്. ജോബ് അനാലിസിസ് ദ പ്രോസസ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് കളക്ടിങ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ദ ഓപ്പറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ജോബ്, സ്പെസിഫിക് ജോബ് അല്ലെ, ഒരു പ്രത്യേക ജോലി. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ തന്നെ. ഓക്കെ, ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ സെന്റൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പേര് ജസ്റ്റ് ഒന്ന് നോക്കിയേക്ക്. എന്താണ്? എഡ്വിൻ അല്ലെ, അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ. നെക്സ്റ്റ് നോക്കുക. എന്താണ് കൺസെപ്റ്റ്? കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ജോബ് അനാലിസിസ് ഈസ് എസെൻഷ്യലി എ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിംഗ് ഡാറ്റ റിലേറ്റിംഗ് ടു എ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, നമ്മൾ കണ്ടു എന്താണ് അല്ലെ ജോബ് അനാലിസിസ് നമ്മൾ കണ്ടു. ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക ജോലി, ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഡാറ്റകളെയും വിശകലനം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് പറയുന്നത്. ആ ഡാറ്റകളെ കളക്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന, വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. Then it refers to a scientific and systematic analysis of a job in order to obtain all pertinent facts about the job. അതായത് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള അല്ലെ, എല്ലാ തരത്തിലുള്ള വിവരങ്ങളും വേണം. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ് അല്ലെ. ചിലപ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ട വർക്കിംഗ് കണ്ടീഷനിലൊക്കെ ചിലപ്പോൾ അപകടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന പ്രത്യേക ജോലിയാണെങ്കിൽ അതെല്ലാം തന്നെ മനസ്സിലാക്കണം അല്ലെ. ഇൻ കേസ് ആ ജോലിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാത്രം നമുക്ക് അനലൈസ് ചെയ്താൽ പോരാ അല്ലെ. അവിടെ വർക്കിംഗ് കണ്ടീഷൻസും എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് അല്ലെ, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അതൊരു സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് അനാലിസിസ് നടത്തേണ്ടതായിട്ട് വരുന്നത്. ജോബ് അനാലിസിസ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിൻഡ് ബൈ ഒബ്സർവിംഗ് ആൻഡ് സ്റ്റഡിയിങ് ദ ടാസ്ക് which comprise the job, the method and equipment used, and the skills and attitude required for the successful performance of the job.
ഓക്കെ, നമ്മളപ്പോ ഇതിൽ പറയുന്നത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതായത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെ നല്ലൊരു പ്രകടനം, ആ ജോലി നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അത് കാര്യക്ഷമമായിട്ട് തന്നെ അതിന്റെ ആ ഒരു പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണോ അല്ലെ, എന്തൊക്കെ മനോഭാവങ്ങൾ ആവശ്യമാണോ, എന്തൊക്കെ സ്കില്ലുകൾ കഴിവുകൾ ആവശ്യമാണോ, അല്ലെങ്കിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ ആവശ്യമാണോ അല്ലെ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക. ഇതെല്ലാമാണ് ഇതെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നല്ല അല്ലെ എല്ലാ ഇൻഫോർമേഷൻസിനെയും കുറിച്ചിട്ട് സ്റ്റഡി ചെയ്യണം. അത് നമുക്കറിയാം, അതങ്ങനെ സ്റ്റഡി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല കാര്യക്ഷമമായിട്ട് രീതിയിൽ തന്നെ ആ ജോലി വർക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനാണ്. ഇങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്താൽ എന്താ പ്രത്യേകത? നല്ല റിസൾട്ട് ആ ഓർഗനൈസേഷന് നേടാനായിട്ട് സാധിക്കും. ഇല്ലേ, സാധിക്കില്ലേ? എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കില്ലേ? അല്ലെ, അപ്പൊ അതുകൊണ്ടാണ് ഈ ജോബ് അനാലിസിസ് ഇത്ര കാര്യമായിട്ട് തന്നെ അല്ലെ നമ്മൾ ഏതൊരു ഓർഗനൈസേഷനും കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ അല്ലെ, കൺസെപ്റ്റിന്റെ നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ്. കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ ഈ ഒരു പോയിന്റ് ആണെങ്കിലും ഏതെങ്കിലും രീതിയിലൊക്കെ ചോദിച്ചാലും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. Job analysis is essentially the process of collecting and analyzing data relating to a job in an organization. Okay. അതേമാതിരി തന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട്. The process of determining by observing and studying the task which comprise the job, the method of equipment. അല്ലെ, ഇതിലെല്ലാം പെടുന്നുണ്ട് അല്ലെ. ഈ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. Okay. നെക്സ്റ്റ് നോക്കുന്നത് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് ആണ്. Okay, process of job analysis. First one, defining objectives, then preparing job analysis, then performing job analysis, then designing job descriptions and job specification, controlling and job descriptions and job specification. അതാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് എഴുതി പഠിപ്പിക്കുന്നുണ്ട്. Okay, ഇവിടെ എൻഡിങ് വരെയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്കറിയാം എന്താണ് ജോബ് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യങ്ങൾ നിർവചിക്കുകയാണ് ആദ്യത്തേത്. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു അനാലിസിസ് അല്ലെ, ഒരു അനാലിസിസ് ഒക്കെ നടത്തണമെങ്കിൽ വിശകലനം ആവശ്യമാണെങ്കിൽ എന്താണ് ലക്ഷ്യം എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ എന്താണ് ലക്ഷ്യം അത് ഡിഫൈൻ ചെയ്യുകയാണ് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രോസസ്സിലേക്ക് തന്നെ നമുക്ക് നോക്കാം. Defining the objectives. The foremost step in the process of a job analysis is defining the job, defining the objectives of the job analysis. The objectives could be either of the following. നമുക്കറിയാം ഇത് ജോബിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണോ ലക്ഷ്യം അത് ആയിരിക്കും ആ ഒരു അനലൈസിസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇതിലെ പ്രധാനമായിട്ട് നോക്കുക എന്താണ്? Redesign the job description. ഇവിടെ പ്രധാനമായിട്ട് ഫസ്റ്റ് വൺ പറയുന്നതാണ് redesign the job description. നമുക്കറിയാം ഏതൊരു ജോലി അല്ലെ, അവിടെ നമ്മൾക്ക് ഒരു ഡിസൈൻ വേണമെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. ഒരു ക്രമീകരണത്തോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഒരു ജോലി ആയിരിക്കണം അല്ലെ. മോസ്റ്റ്ലി നമ്മൾ കണ്ടതാണത്. അത് എന്താണ്? ആ നല്ല രീതിയിൽ തന്നെയായിരിക്കണം ആ ജോലി ഡിസൈൻ ചെയ്യേണ്ടത്. Redesign the job description. Then revise the compensation program. നമുക്കറിയാം ആ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അല്ലെ ഇപ്പൊ കൂട്ടിച്ചേർക്കലുകൾ വേണ്ടി വരികയാണെങ്കിൽ അതും അനലൈസ് ചെയ്യണം അല്ലെ. ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് കിടക്കാനായിട്ട് ജോലിയെ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. ഇന്നതാണ് ജോലി അല്ലെ. നമ്മൾ നേരത്തെ കണ്ടു ആ ജോലിയിൽ കുറച്ച് അപ്രോച്ചസ് ഒക്കെ കണ്ടു അല്ലെ. ലളിതമായിട്ടുള്ള രീതിയിലും അല്ലെ നമുക്കറിയാം ഉത്തരവാദിത്തങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കണം. ദെൻ മോസ്റ്റ്ലി എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ടൊക്കെ കൊടുക്കുന്ന തരത്തിലൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെ. അവിടെ അങ്ങനെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളൊക്കെ വേണോ അല്ലെ, ചേഞ്ചസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിന്റെ ഘടനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണോ അതൊക്കെ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യം നേടി ഡിസൈൻ ചെയ്യാനായിട്ട് അതായത് നിർവചിക്കാനായിട്ട്. Then വീണ്ടും redesign the job in a particular department. Once the objectives is selected, it should be well communicated to the top management because with its
support only the changes can be made in the organization. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വൽസിനല്ല ഓരോ ടീമായിട്ടൊക്കെ തന്നെയാണ് വർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ലളിതമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏൽപ്പിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതെല്ലാം തന്നെ അവരുടെ മെയിൻ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞിരിക്കണം അല്ലെ. നമുക്കറിയാം അവർക്ക് ചിലപ്പോൾ ആണെങ്കിൽ അവരുടെയും കൂടി സപ്പോർട്ട് കിട്ടിയിട്ട് മാത്രമാണ് ഈ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഒരു ലക്ഷ്യം, ഒരു ഡിഫിനിഷൻ, അതായത് ഒരു ലക്ഷ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് പല കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അത് ലളിതമായിട്ടും അതേമാതിരി തന്നെ എല്ലാവർക്കും അല്ലെ ഒരു സ്ട്രക്ചറോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കലൊക്കെ വരുത്തണമെങ്കിൽ അതെല്ലാം വരുത്തി തീർത്ത് അവിടെയുള്ള മേലുദ്യോഗസ്ഥന്മാർക്കും അറിയുന്ന രീതിയിൽ തന്നെയായിരിക്കണം ഈ ഒരു ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കൊടുക്കാനായിട്ട്. ക്ലിയർ ആയോ? ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ ആണോ? ആണോ? ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യാ? ക്ലിയർ ആണോ? പിന്നെ പറയേണ്ടതുണ്ടോ? സെക്കൻഡ് പോയിന്റ്, റിവൈസ് ദ കോമ്പൻസേഷൻ പ്രോഗ്രാം. അതായത് എന്തെങ്കിലും ക്ലിയർ ആണ്. കോമ്പൻസേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു ഡ്യൂട്ടി അല്ലെ, അവിടെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഒരു ചുമതലയും കൂടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഹൈ റിസ്ക് ഒക്കെ ഉള്ള ചില മേഖലകൾ ഉണ്ടാവാം. അപ്പൊ അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലും കോമ്പൻസേഷനോട് കൂടിയിട്ടായിരിക്കണം ഈ ലക്ഷ്യം. ഓക്കെ, അവരുടെ ഡ്യൂട്ടിയും ചുമതലകളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ ഇതെല്ലാം തന്നെ മേലധികാരികൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കറിയാം ചില ജോലികൾക്ക് ഒരുപാട് റിസ്കുകൾ ആവശ്യമില്ല അല്ലെ. ചിലപ്പോ ചില ജോലികൾക്ക് ചില കാര്യങ്ങൾ നിർവഹിച്ച് അല്ലെ അത് നിർവഹിക്കണമെങ്കിൽ പല ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം കൂടി അല്ലെ അവിടെ ലഭ്യമാക്കി കൊടുക്കണം. അതായത് അവിടെ ആ സ്ട്രക്ചറിൽ തന്നെ ഒരു കോമ്പൻസേഷൻ പ്രോഗ്രാമുകളൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അതെല്ലാം ഈ ഒരു ലക്ഷ്യത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഒരു വലിയ ജോലിയാണെങ്കിൽ അവിടെ ഫീൽഡ് വർക്കേഴ്സ് ഉണ്ടാവും, വർക്ക് അതിന് മേലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അതിന് മുകളിൽ മേലുദ്യോഗസ്ഥരുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള വർക്കേഴ്സുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ, ആ ടീമുകൾക്ക് കൊടുക്കുമ്പോൾ ചിലർക്ക് ചില അല്ലെ കോമ്പൻസേഷനോട് കൂടിയിട്ടുള്ള ചില പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊടുക്കണം. എങ്കിലും അതാണ് അവർക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു ഡ്യൂട്ടിയിലേക്ക് ഇൻവോൾവ് ആവാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പൊ എല്ലാവർക്കും എന്താണ് അല്ലെ ലക്ഷ്യം എന്നുള്ള ഒരു ബോധ്യം വരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം, പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. അവിടെ നമുക്കറിയാം ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്യും അല്ലെ. അതാണ് പ്രധാനമായിട്ട് അതിന്റെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ആഫ്റ്റർ സെറ്റിംഗ് ആൻ ഒബ്ജക്റ്റീവ്, ദ കൈൻഡ് ഓഫ് ജോബ് ദാറ്റ് ഹാവ് ടു ബി അനലൈസ്ഡ് ആർ സെലക്ടഡ്. The clerical jobs, managerial jobs, division specific job, etc. Okay, നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടതാണ്. ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് പലതരത്തിലുള്ള വർക്കുകൾ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവിടെ എന്താണ് ക്ലറിക്കൽ ജോബുകളുണ്ട്, മാനേജറിയൽ ജോബുകളുണ്ട് അല്ലെ. ആ ജോലിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ജോബുകൾ നിർവഹിക്കേണ്ടതുണ്ട്. Then also the members who are included in the analysis and the method to be used are defined. അല്ലെ, അവിടെ അത് മാത്രമല്ല അവിടെയുള്ള ഓരോ വ്യക്തികൾ അല്ലെ ഓരോ ഡ്യൂട്ടികളും എല്ലാവർക്കും നമുക്കറിയാം ഓരോ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു കൊടുക്കണം അല്ലെ. ഇപ്പൊ ക്ലറിക്കൽ ഡ്യൂട്ടി ചെയ്യേണ്ടവരുണ്ട്, മാനേജറിയൽ ഡ്യൂട്ടി ചെയ്യേണ്ടവരുണ്ട്, സ്പെസിഫിക് അല്ലെ ടെക്നീഷ്യന്മാരുണ്ടാവാം. അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികളെല്ലാം തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവരുടെ എന്താണ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെ ഏതൊക്കെ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഓരോ ജോലികളും സ്പെഷ്യൽ ഓരോ വിഭാഗക്കാരുടെയും ജോലികൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. Then at this stage, the completed review of the existing job description is done to have a fair insight of the duties, responsibility, organization chart, working conditions, hazards, etc. They are found in a specific type of a job.
ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട ഉൾക്കണ്ണ് അല്ലെ, ഉൾക്കണ്ണോട് കൂടിയിട്ട് വീക്ഷണത്തോട് കൂടിയിട്ട് അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. നേരത്തെയുള്ള റിവ്യൂ അതൊക്കെ എടുത്ത് നോക്കി ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ചുമതലകളുണ്ട്, അല്ലെങ്കിൽ അത് നിർവഹിക്കാനായിട്ടുള്ള എന്തെങ്കിലും അപകടകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, വർക്കിംഗ് കണ്ടീഷനിലൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ, അങ്ങനെ സ്പെഷ്യൽ ജോബുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കണ്ടെത്തുക, അതിനെ കുറിച്ചിട്ടുള്ള വിശകലനം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ് ആയിട്ട് പറയുന്നത്. Preparing the job analysis. ഫസ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് അല്ലെ, അത് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഓരോ മേഖലയ്ക്കൊക്കെ എന്തൊക്കെ ലക്ഷ്യങ്ങളാണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നു. ദെൻ ഓരോ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ കണ്ടീഷൻ അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു, അതിനെ കുറിച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ്. ക്ലിയർ ആണോ ഇതിലും? അപ്പൊ നമുക്കറിയാം ഈ ജോബ് ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെ ഉൾപ്പെടാം അല്ലെ, എന്തൊക്കെ ഉൾപ്പെടാം ഇൻ കേസ്, അല്ലെങ്കിൽ എന്താണ് ജോബ് അനാലിസിസിൽ എന്തൊക്കെ ഉൾപ്പെടാം അല്ലെ, അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. ഇൻ കേസ് ഓഡ് വൺ ഔട്ട് അല്ലെ, ചിലപ്പോ ആണെങ്കിൽ നമുക്കറിയാം ഇതിൽ അല്ലെ ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോ ആണെങ്കിൽ അല്ലെ രണ്ടും കൂടി മിക്സ് ചെയ്തൊക്കെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പോവുക. മറ്റേത് ഒബ്ജക്റ്റീവ്സുകൾ ലക്ഷ്യങ്ങൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് ആ ഓരോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ കുറിച്ചിട്ടുള്ള അനാലിസിസ്, അതായത് ആ വിവരങ്ങൾ കളക്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ജോലികളെ കുറിച്ചിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് എന്താണ് പെർഫോം ചെയ്യണം അല്ലെ, അവർക്ക് അത് പെർഫോം ചെയ്താലാണ് നമുക്ക് ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ കൃത്യമായിട്ട് നോക്കാം. The next stage is the process of a job analysis is to perform or begin with the job analysis. Okay, നമ്മൾ അടുത്തതായിട്ട് വരുന്നത് അവിടെ പ്രകടനത്തിലേക്ക് എത്തിക്കും അല്ലെ. Here the sufficient time should be allotted for collecting the job details from the employees. നമുക്കറിയാം ഈ ഇത്തരത്തില് നമുക്ക് ജോബ് അനാലിസിസ് നടത്തണമെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് അല്ലെ, അത് അത്തരം കാര്യങ്ങളെല്ലാം നേടിയെടുത്ത് പഠിച്ച് വിശകലനം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു സമയം എടുക്കും. അപ്പൊ അവരിൽ നിന്ന് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തെടുക്കാനായിട്ടും അനുവദിക്കണം അല്ലെ, കുറച്ച് സമയമൊക്കെ അനുവദിക്കേണ്ടതുണ്ട്. The information from the employees can be collected through questionnaires, interviews, or through an observation method. After collecting the information, it must be organized on the basis of its nature division department. അതായത് നമുക്കറിയാം ഇത് പല രീതിയിലും നമുക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം അല്ലെ. നമ്മൾ അനാലിസിസ് നടത്തണമെങ്കിൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അത് പഠിക്കണം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ക്വസ്റ്റ്യൻ വഴിയോ അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തിയോ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയിൽ ഒബ്സർവേഷൻ നടത്തിയാലേ നിരീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഡ്യൂട്ടി നടത്തിയിട്ടും വേണമെങ്കിൽ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാം. Then after collecting the information, it must be organized on the basis of its nature division department. അതായത് അവിടെ ഓരോന്നും കളക്ട് ചെയ്തതിനു ശേഷം അല്ലെ, അത് അതിന്റെ ആ ഒരു സ്വഭാവ നേച്ചർ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണോ ആ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് അതിനെ തിട്ടപ്പെടുത്തുക അല്ലെ. അത് അനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന് അനുസരിച്ചിട്ട് അത് എന്താണ് എല്ലാം തന്നെ അത് ഓരോ വിഭാഗങ്ങളായിട്ട് തന്നെ കൈകാര്യം ചെയ്തിരിക്കുക അല്ലെ. അതാണ് പ്രധാനമായിട്ട് എല്ലാ പരിഗണിക്കുന്നതിന് അവരുടെ എന്താണ് അനുസരിച്ചിട്ട് ക്രമീകരിക്കണം. നമ്മൾ പറയുന്നത് ഒരു ജോബ് ഡിസൈൻ ആവശ്യമാണ് അല്ലെ. അപ്പൊ ഓരോരുത്തരിൽ നിന്നും ഇൻഫോർമേഷൻസ് ഇപ്പൊ നമുക്കറിയാം ഫീൽഡ് വർക്കേഴ്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്താൽ അതിനു വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്യാനായിട്ട് അത് പ്രത്യേകമായിട്ട് സജ്ജീകരിക്കണം. അങ്ങനെ ഓരോ ഏജിനനുസരിച്ചിട്ട് അതിനെ പ്രത്യേകമായിട്ട് ക്രമീകരിക്കണം എന്നുള്ളതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. പെർഫോമിംഗ് ദ ജോബ് അനാലിസിസ്. ഓക്കെ ആണോ? നമുക്ക് എന്താ പറയാ ഫിഫ്ത് പോയിന്റ് വരെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി വായിക്കാനുള്ള സമയം തരാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോവാം. ഫോർത്ത് പോയിന്റ് നോക്കാം, ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, നമുക്ക് നോക്കാം. At this stage, the job analyst creates a draft of the job description and the specification. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു ജോബ് അനാലിസിസ് നടത്തുന്നതിന് ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടു. എന്താണ് ഇത്? ഇതിന്റെ പ്രോസസ്സാണ് പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് അല്ലെ. അതിന്റെ പ്രോസസ്സാണ് അല്ലെ. അപ്പൊ വിലയിരുത്തുന്നതിന്റെ പ്രോസസ്സാണ്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടു ലക്ഷ്യങ്ങൾ നിർവചിക്കുന്നു, അതിനുശേഷം അത് കൃത്യമായിട്ട് തന്നെ പ്രിപ്പയറിംഗ് ജോബ് അനാലിസിസ് അല്ലെ അതിലേക്ക് എത്തിക്കുന്നു. ദെൻ വീണ്ടും എന്താണ് അവിടെ ഓരോരുത്തരിലേക്കും അല്ലെ എത്രത്തോളം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുമോ ആ രീതിയിൽ തന്നെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ.
എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഐഡിയ കിട്ടി അല്ലെ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ആ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ ആ വർക്കിംഗ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഹസാർഡ്സ് അല്ലെ, അപകട കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല്, നോളജ്, ക്വാളിറ്റീസ്, എക്സ്പീരിയൻസ് അല്ലെ, ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്റ്റേജ് നോക്കാം. അറ്റ് ദിസ് സ്റ്റേജ് ജോബ് അനലിസ്റ്റ് ക്രിയേറ്റ്സ് എ ഡ്രാഫ്റ്റ് ഓഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് സ്പെസിഫിക്കേഷൻ. ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കിയാണ്. ആഫ്റ്റർ ഓർഗനൈസേഷൻ ദ ഇൻഫോർമേഷൻ ദ ചേഞ്ചസ് ദാറ്റ് നീഡ് ടു ബി made in the job is identified and is written on paper. ഓക്കെ, നമുക്കറിയാം അതിനൊരു കരട് രൂപം തയ്യാറാക്കും അല്ലെ. ഇത്തരത്തിലുള്ള ജോബ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഇന്ന കാര്യങ്ങളൊക്കെ വേണം അല്ലെ, ഇന്ന ചുമതലകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ജോബ് ഡിസ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ഒരു കരട് രൂപം തയ്യാറാക്കുന്നു. ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പേഴ്സണുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അടങ്ങുന്ന ജോബ് സ്പെസിഫിക്കേഷൻസും അതുമായി ബന്ധപ്പെട്ട ഒരു കരടും തയ്യാറാക്കുന്നു. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ആഫ്റ്റർ ഓർഗനൈസിംഗ് ദ ഇൻഫോർമേഷൻ ദ ചേഞ്ചസ് ദാറ്റ് നീഡ് ടു ബി മെയ്ഡ് ഇൻ ദ ജോബ് ഇസ് ഐഡന്റിഫൈഡ് ആൻഡ് ഇസ് അല്ലെ, അത് തിരിച്ചറിയുകയും അത് റിട്ടേൺ പേപ്പറിൽ തന്നെ അത് കരട് രൂപം തയ്യാറാക്കുകയും ചെയ്യുന്നു. Then once the draft gets prepared, it is passed on the managers, the supervisors and the employees. ഓക്കെ, നമുക്കറിയാം ഈ ഒരു കരട് രൂപം തയ്യാറാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാനേജേഴ്സിൽ എത്തുന്നു. മാനേജേഴ്സ് സൂപ്പർവൈസ് മേലധികാരികളെ ഏൽപ്പിക്കുന്നു. അതനുസരിച്ചിട്ട് അവിടെയുള്ള എംപ്ലോയീസിലേക്കും അത് കൈമാറ്റം ചെയ്യുന്നു. Then control job description and job specification. ഫോക്കസ് പോയിന്റിലേക്ക് വരികയാണ്. അതായത് this is the last step in the process of a job analysis, wherein the job descriptions and the specification are timely checked and modified according to the changing needs of the organization. Okay, the last step ആ ജോബ് വിലയിരുത്തുന്നതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് എന്താണ് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെ, ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് എന്തെങ്കിലും മോശമുണ്ടോ, അല്ലെങ്കിൽ ഈ ജോലി അനുസരിച്ചിട്ടുള്ള ഇത്രയും കൂടി റെസ്പോൺസിബിലിറ്റി ഒക്കെ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ചുമതല നിർവഹിക്കാനായിട്ട് എന്തെങ്കിലും അല്ലെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ, അതൊക്കെ എന്താണ് സ്പെസിഫിക്കേഷനും റിലേറ്റഡ് ചെയ്തിട്ട് അല്ലെ ആ വ്യക്തിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട തൊഴിലാളിയുമായി ബന്ധപ്പെട്ട കണ്ടീഷനും കൂടി നോക്കിയിട്ട് ഇരു കാര്യങ്ങളും സാധ്യമാണ് അല്ലെ. ഇൻ കേസ് ജോലി ചെയ്യാനുള്ള വ്യക്തി ഏബിൾ ആണെങ്കിലും അത് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിൽ ആ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുമോ? ഒരു ജോലി ചെയ്യാനായിട്ട് ചിലപ്പോൾ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് സജ്ജീകരണമില്ല. അപ്പൊ അവിടെയുള്ള എംപ്ലോയി ഒക്കെയാണ്, അദ്ദേഹത്തിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്, സ്കിൽഡ് ആണ്, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ബിൽഡിംഗ് അല്ലെ മെറ്റീരിയൽസോ സാധനങ്ങളോ ഒന്നും അവിടെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ജോബ് സ്പെസിഫിക്കേഷനും ജോബ് അല്ലെ സ്പെഷ്യലൈസേഷനും നല്ല രീതിയിൽ തന്നെ നോക്കിക്കഴിയുമ്പോൾ അവിടുത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ എന്താണ് അവിടെ അനലൈസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻസ് ആർ ടൈംലി ചെക്ക്ഡ് ആൻഡ് മോഡിഫൈഡ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പൊ എവിടെയാണ് മോഡിഫൈ ചെയ്യേണ്ടത്? ചിലപ്പോൾ ആ ഒരു പേഴ്സണിലാണ് അല്ലെ, അവരുടെ ഉള്ള എംപ്ലോയിയിലാണ് ചിലപ്പോൾ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരുന്നത്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ട്രെയിനിങ് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടാവും. അതെല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരിക്കും എന്തെങ്കിലും ചിലപ്പോൾ ചേഞ്ചസ് വരുത്തേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പുതിയൊരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്ത യോഗ്യനായ ഒരു വ്യക്തിയാണ് എങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ ഒരു പുതിയ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അത് എന്താണ് അല്ലെ, അവർ അനലൈസ് ചെയ്തതിന് വിശകലനം ചെയ്തതിന് ശേഷമാണ് അത് അവരിലേക്ക് അവിടെ നടപ്പാക്കുന്നത്. നമുക്കറിയാം അങ്ങനെ അനലൈസ് ചെയ്ത് ഇത് നടപ്പാക്കുകയാണെങ്കിൽ എന്താണ് നല്ല മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആ ഓർഗനൈസേഷനെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ അനലൈസിന്റെ ഒരു സ്പെഷ്യൽ പ്രോസസ്സിനെ കുറിച്ചിട്ട് ഏകദേശം രൂപം കിട്ടിയോ? ഓക്കെ, ഐഡിയ കിട്ടിയോ? Process of a job analysis. എവിടെയെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമ്മള് ഡിഫൈനിങ് ഒബ്ജക്റ്റീവ്സ് വെച്ച് തുടങ്ങിയാണ്.
then preparing job analysis, preparing job and performing job analysis, then designing job descriptions and job specifications, then system to control like controlling job descriptions and job specification. Third point. Okay. Performing the job analysis. The third step is performing the job analysis. The next step in the process of job analysis to performing or begin with the job analysis. Job analysis information gather cheyugeyum study cheyugeyum cheyyunna pravarthanamana job analysis ennu parayunnathu. Special job information gathered and studied. That is the process is called the job analysis. Now, begin with the job analysis and start information collect. The sufficient time should be allotted for collecting the job details from the employees. Employee in the sufficient time allotted information gather cheyanattu sadhikkum. ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് അവരിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് ചിലപ്പോൾ അത് കൃത്യമായ എവിഡൻസ് ആവണമെന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു തെളിവാവണമെന്നില്ല. നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കണം അവരിൽ നിന്ന് ഒരുപക്ഷെ അവരുടെ ഡ്യൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടെ പറയുന്നുണ്ട് ഒബ്സർവേഷൻ മെത്തേഡ് അനുസരിച്ചിട്ട് എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് ആ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി സമയം എടുത്ത് പല ഇന്റർവ്യൂ നടത്തി അല്ലെങ്കിൽ പറയലില് ക്വസ്റ്റ്യനെയർ ഒക്കെ നടത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് gather ചെയ്യുന്നത് കളക്ട് ചെയ്യുന്നത്. The information from the employee can be collected through questionnaires, interviews, or through an observation method. Then after collecting the information, it must be organized on the basis of its nature division department. നമുക്കറിയാം പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. വ്യത്യസ്ത ജീവനക്കാരിൽ നിന്നാണ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അതാത് ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ചിട്ട് അത് ക്രമീകരിക്കുകയും ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ാണോ? അപ്പൊ നമ്മള് പോയിന്റുകൾ മിക്കപ്പോഴും ഇതിലിപ്പോ പെർഫോമിംഗ് ജോബ് അനാലിസിസിൽ നമ്മൾ ഇൻഫോർമേഷൻസ് ഏതൊക്കെ രീതിയിൽ കളക്ട് ചെയ്യാം അവിടെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. കളക്ടഡ് ത്രോ ക്വസ്റ്റ്യനെയർസ്, ഇന്റർവ്യൂ ഓർ ത്രോ ഒബ്സർവേഷൻ മെത്തേഡ് ഈ രീതിയിലെല്ലാം ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ഇവിടെയാണെങ്കിൽ ഓരോ പോയിന്റിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു പോവുക. ഈ ജോബില് അറ്റ് ദിസ് സ്റ്റേജിൽ എന്താ പറയുന്നത്, ഡിസൈൻ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷനിൽ എന്താ പറയുന്നത്, ക്രിയേറ്റ് ചെയ്യുക ഡ്രാഫ്റ്റ് ഒരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റെപ്പിലാണ്? ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ സ്റ്റേജിലാണ് ഒരു ഡ്രാഫ്റ്റ് അവിടെ ഒരു കരട് രൂപം തയ്യാറാക്കുന്നത്. അവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? ഡിസൈനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ സ്റ്റേജിലാണ്. കൺട്രോൾ ചെയ്യുന്നത് ഏത് സ്റ്റെപ്പാണ്? ഈ ഒരു അനാലിസിസ് പ്രോസസ്സിലെ ഏത് സ്റ്റെപ്പാണ് കൺട്രോളിംഗ് പ്രോസസ് വരുന്നത്? ലാസ്റ്റ് സ്റ്റെപ്പിലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് ജോബ് അനാലിസിസ് വിത്ത് job descriptions and the specification are timely checked and modified according to the changes needed of the organization. Okay, അല്ലെങ്കിൽ in case modification നടത്തുന്നത് ഏത് സ്റ്റേജിലാണ്? ഇവിടെ കൺട്രോൾ ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ സ്റ്റേജിലാണ് മോഡിഫിക്കേഷൻ നടത്തുന്നത് കൃത്യമായിട്ട് എന്തെങ്കിലും കളക്ട് ചെയ്തിട്ട് അത് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ പഠിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്നതും ഈ സ്റ്റേജിൽ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റിലും എന്താണ് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസ് കൈൻഡ് ഓഫ് ജോബ്സ് അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ സ്റ്റേജിലാണ് കംപ്ലീറ്റ് റിവ്യൂ എക്സിസ്റ്റിംഗ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് ഡൺ ടു ഹാവ് ഹയർ ഇൻസൈറ്റ് ഓഫ് ഡ്യൂട്ടീസ് അവിടെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവിടെയുള്ള ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് എന്താണ്, ഹസാർഡ്സ് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തത് പ്രിപ്പയറിംഗ് ദ ജോബ് അനാലിസിസിലാണ്. ക്ലിയർ ആയോ?
ഒക്കെയാണോ? നമുക്കൊരു ലാസ്റ്റ് പാരഗ്രാഫും കൂടി നോക്കാം. ഇവിടം വരെയാണല്ലോ അതിന്റെ ഒരു എൻഡിങ് വരുന്നത്. The job analysis results in the job description and the job specification. Okay, നമ്മൾ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനിലും ജോബ് സ്പെസിഫിക്കേഷനിലുമാണ് എത്തുന്നത്. അതായത് ജോലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ ആ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടേതായിട്ടുള്ള ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട ജോബ് സ്പെസിഫിക്കേഷനിൽ വരുന്നു. ജോബ് ഡിസ്ക്രിപ്ഷൻ comprise of job duties, the level of responsibilities, working conditions, etc. നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത് എന്താണ്? ആ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ചുമതലകളൊക്കെയാണ് അവിടെ അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ വേറെ ജോബ് സ്പെസിഫിക്കേഷൻ tells about the skills, education, background, qualification, training, communication skills required to perform a specific job. അല്ലെ, ആ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിക്ക് അല്ലെ ആ ഒരു എംപ്ലോയിക്ക് ഉണ്ടായിരിക്കേണ്ട ട്രെയിനിങ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആവശ്യം വരുമ്പോൾ നടത്താനുള്ള കഴിവ്, അതല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരിക്കേണ്ട ട്രെയിനിങ്ങുകൾ, അതേമാതിരി തന്നെ ക്വാളിഫിക്കേഷൻസ്, ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉണ്ടായിരിക്കേണ്ട പശ്ചാത്തലങ്ങള് അല്ലെ, ചിലപ്പോണെങ്കിൽ സ്കിൽഡ് അല്ലെ ഒരു യോഗ്യനായ വ്യക്തിയൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള അക്കാദമിക് ആയിട്ടുള്ള യോഗ്യതകളും വേണം. അതേമാതിരി തന്നെ സ്കില്ലുകൾ അല്ലെ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള എബിലിറ്റികളൊക്കെ ആവശ്യമാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളാണ് ഇതിൽ വരുന്നത് ജോബ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. ഇത് രണ്ടും നേരത്തെ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടും നോട്ട് ചെയ്ത് പോവുക. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ജോബ് അതേമാതിരി തന്നെ എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നോട്ട് ചെയ്തോ? ജോബ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ്സ് ജോബ് ഡ്യൂട്ടീസ് അല്ലെ, അതെല്ലാം. അതേമാതിരി തന്നെ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്കുമായി ബന്ധപ്പെട്ട അല്ലെ ജോലിയുമായി ബന്ധപ്പെട്ട സ്കിൽസും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ അല്ലേ? അവിടെ ഇവിടെ പ്രത്യേക ചാർട്ട് രൂപേണ തന്നെ അത് വിവരിക്കുന്നുണ്ട്. ഇവിടെ ഓരോന്നിലും എന്തെങ്കിലും നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ജോബിന്റെ ടൈറ്റില്, ജോബ് ലൊക്കേഷൻ, ജോബ് സമ്മറി, റിപ്പോർട്ടിംഗ് ടു ആർക്കൊക്കെയാണ് ഈ റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടത് അല്ലെ, എന്താണ് അതിന്റെ ആ ജോലിയുമായിട്ടുള്ള ടൈറ്റില് അല്ലെ, എന്ത് ജോലിയാണ്, ടെക്നിക്കൽ ആയിട്ടുള്ള ജോലിയാണോ, അതിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ എന്താണ്, സമ്മറി ആ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മറി എന്താണ്, ഇതിന്റെ ഉള്ളടക്കം എന്താണ്, ഇത് റിപ്പോർട്ടിംഗ് എന്താർക്കൊക്കെയാണ് കടപ്പെട്ടിരിക്കുന്നത്, വർക്കിംഗ് കണ്ടീഷനുകളൊക്കെ എന്താണ്, ജോബ് ഡ്യൂട്ടീസ് അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്താണ്, മെഷീൻസ് ടു ബി യൂസ്ഡ് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഹസാർഡ്സ് അപകടങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, അത് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്പെസിഫിക് കണ്ടീഷൻസുകളാണ്. ജോബ് അനാലിസിസ്, അതില് ജോബ് സ്പെസിഫിക്കേഷൻ നോക്കാം. രണ്ടാമത്തെ പാർട്ട് ജോബ് സ്പെസിഫിക്കേഷൻ ആണ് അല്ലെ. അവിടെ ആ പേഴ്സൺ ആ എംപ്ലോയിക്ക് വരുന്ന കാര്യങ്ങളാണ്, ഇന്ന ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിക്ക് സ്പെഷ്യൽ എംപ്ലോയിക്ക് വരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺ ആണ് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിക്ക് മാത്രമാണ് ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും ട്രെയിനിങ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിലാണ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും കഴിവുകൾ ഉണ്ടാവണം അല്ലെ, സ്കില്ലുകൾ ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റി ഇന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള അല്ലെ ഒരു കാര്യശേഷി ഉണ്ടാവണം, ഇമോഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ചിലപ്പോൾ വൈകാരികമായിട്ടുള്ള ചിലപ്പോൾ വളരെ ക്ഷമയോട് കൂടി ചെയ്യേണ്ട വർക്കുകളൊക്കെ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം നഴ്സിംഗ് ഫീൽഡൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ ഓക്കെ ആ വ്യക്തി ചിലപ്പോൾ എബിളായിരിക്കും അല്ലെ, ചിലപ്പോഴെങ്കിൽ എന്താണ് അത്യാവശ്യം കഴിവുകളും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ അവിടെ ക്ഷമയോട് കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്താണ് എന്താണ് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവിടെ കുറച്ച് ക്ഷമയോട് കൂടി തന്നെ അദ്ദേഹത്തിനൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. എന്താണ് സെൻസറി ഡിമാൻഡ്സ്, സെൻസറി ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കലി ഏബിൾ ആണോ അല്ലെ, അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം
ഫിസിക്കലി ഏബിൾ ആണോ? മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചില തൊഴിലിനൊക്കെ വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നത് അല്ലേ? ഉണ്ടാവില്ലേ? ഫിസിക്കൽ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് ജോലികൾക്ക് തെരഞ്ഞെടുക്കുന്ന വ്യക്തികളില്ലേ? അങ്ങനത്തെ ജോലികളില്ലേ? അപ്പൊ അതാണ് അവിടെ സെൻസറി ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ഫിസിക്കലി ഏബിൾ ആണോ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെയാണോ? ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഇതിൽ പെടുന്നവ അല്ലെങ്കിൽ പെടാത്തവ അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ഓട് വൺ ഔട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ ഒരു ജോലിയുമായി പ്രത്യേക ജോലിയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റേഴ്സ് ആണെങ്കിൽ അത് ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതില് ആ ഒരു എംപ്ലോയിയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. നമുക്ക് നോക്കാനുള്ളത് ജോബ് പർപ്പസ് ആണ്. ഓക്കെ, കുറച്ചൊരു പോയിന്റും കൂടി ഉള്ളു. എനിക്ക് എന്തായാലും എടുത്ത തീരില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചു നോക്കട്ടോ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാം. ഓക്കെയാണോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.